നമസ്കാരം. ധനുസ് ബേസിക് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ്. നമുക്ക് LGS തയ്യാറെടുക്കാം. കമ്പനി ബോർഡ് എക്സാമിൻ്റെ LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം. ഈ വർഷം ചോദിച്ചിട്ടുള്ള പ്യൂൺ ലെവലിലുള്ള ചോദ്യമാണ്. അറ്റൻഡർ, മേഴ്സൺ, സ്വീപ്പർ, LGS ആയ തുടങ്ങിയ തസ്തികകളിലേക്ക് നമ്മുടെ എക്സാമിൻ്റെ ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ളതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാമിൽ നമുക്ക് ഇമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആവർത്തന ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം. ആൻസർ നിസ്സഹകരണ സമരം. അടുത്തത്, താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നതാണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ. അപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതും പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം എന്നുള്ളതും വിചാരണ കൂടാതെ തടവിലിടാമെന്നുള്ളതും റൗലറ്റ് നിയമത്തിൻ്റെ പ്രസ്താവനകളാണ്. ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതായിരുന്നു? ഓപ്ഷൻ സി ആൻസർ. കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നുള്ളതാണ്. അടുത്തത്, പൂനാ സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂനാ സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിൻ്റെതാണ് പൂനാ സന്ധി. ഡോക്ടർ BR അംബേദ്കറിൻ്റെതാണ് പൂനാ സന്ധി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ അരുണ അസഫലി. അരുണ അസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക. അരുണ അസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് സുഭാഷ് ചന്ദ്രബോസ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ടെത്തുക. സൂചനകൾ: കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ട്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇതേത് ആക്റ്റാണെന്ന് നമ്മൾ എഴുതണം. ആൻസർ ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ പെടുന്നവയാണിത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കും അധികാരം ലഭിച്ചിരുന്നു, വിഭജിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ട്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഉണ്ടായിരുന്നു. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തവ ഏതെല്ലാം? പെടാത്തത് ആൻസർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നതാണ് പെടാത്ത കാര്യം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ നമുക്ക് എന്തായിട്ട് പഠിച്ചു വെക്കാം? നിർമ്മാണ കാലയളവ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം ആയിരുന്നു. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൽ പെടാത്തത് ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ് പെടാത്ത കാര്യം, ഉൾപ്പെടാത്ത കാര്യം. ഓക്കെ, നെക്സ്റ്റ്, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 42 ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ആൻസർ പാർലമെൻറ്റിനാണ്. പാർലമെൻറ്റിനാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉള്ളത്.
ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ മൗലിക കടമകൾ. മൗലിക കടമകൾ എന്ന് വെച്ചാൽ എന്താണ്? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അതെന്താണത്? മൗലിക കടമകൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം നടപ്പിലാക്കിയത് ആരാണ്? അയ്യാ വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം അയ്യാ വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം അയ്യാ വൈകുണ്ഠസ്വാമികൾ. പന്തി ഭോജനം സമപന്തി ഭോജനം അയ്യാ വൈകുണ്ഠസ്വാമികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകൾ ആണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ മഹാത്മാ അയ്യൻകാളി. മഹാത്മാ അയ്യൻകാളിയുടെ വാക്കുകളാണ് എന്ത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അയ്യൻകാളി പറഞ്ഞ വാക്കുകളാണ്. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിനോടാണ് മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ ബന്ധപ്പെട്ടിരിക്കുന്നത്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന ജാഥയ്ക്ക് പറയുന്ന പേരാണ്. നെക്സ്റ്റ്, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. ആലുവയാണ്. ആലുവ ആണ്. അടുത്തത്, ഏതാണ് ബന്ധു ക്ലിനിക് പദ്ധതി? ഏതാണ് ബന്ധു ക്ലിനിക് പദ്ധതി? ബന്ധു ക്ലിനിക് പദ്ധതി എന്താണ്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണെന്ത്? ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥികൾക്ക് ബന്ധു ക്ലിനിക് പദ്ധതി. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇതൊരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇതൊരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യം. ഏത് പത്രം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ മാതൃഭൂമി. മാതൃഭൂമിയുടെ ആപ്തവാക്യമാണ് സത്യം, സമത്വം, സ്വാതന്ത്ര്യം. മാതൃഭൂമിയുടെ ആപ്തവാക്യമാണ് സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇന്ത്യ റിപ്പബ്ലിക്കായത് എപ്പോഴാണ്? ഇന്ത്യ റിപ്പബ്ലിക്കായത് എപ്പോഴാണ്? 26 ജനുവരി 1950 ഇന്ത്യ റിപ്പബ്ലിക്കായത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്? ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് അറിയപ്പെടുന്നത്? സർദാർ പട്ടേൽ. സർദാർ പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ BR അംബേദ്കർ. BR അംബേദ്കർ. കമ്മിറ്റിയുടെ ചെയർമാനാണ് BR അംബേദ്കർ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോർച്ച് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ആണ് 52ാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഗവർണറുടെ 26ാമത്
ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 26th ഗവർണർ. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 26th ഗവർണർ. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഗതാഗതമാണ്. ബാക്കി കൃഷിയും മത്സ്യബന്ധനവും കന്നുകാലികളും പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയാണ്. ഉൾപ്പെടാത്തത് ഏതാണ് ഇവിടെ? ഗതാഗതം. അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസറും. നെക്സ്റ്റ്, കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ആൻസർ പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലാണ് ആനമല, ഏലമല എന്നൊക്കെ അറിയപ്പെടുന്ന മലകൾ ഉള്ളത്. പശ്ചിമഘട്ടത്തിലാണ് ആനമല, ഏലമല എന്ന് പറയുന്ന മലകൾ ഉള്ളത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്? 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഹോർത്തൂസ് മലബാറിക്കസിൽ വിവരിച്ചിട്ടുണ്ട്. ഹോർത്തൂസ് മലബാറിക്കസിൽ 742 സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ്. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിലെ സാഹിത്യകാരനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ സഹകരണ ബാങ്കാണ് വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത്. പൊതുമേഖലാ ബാങ്ക്, സ്വകാര്യ മേഖലാ ബാങ്ക്, വിദേശ ബാങ്കുകൾ എന്നിവ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവയാണ്. ഉൾപ്പെടാത്തത് അപ്പോൾ ആരെയുള്ളൂ? സഹകരണ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ ഉൾപ്പെടാതെ വരുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. ക്യാമ്പയിൻ്റെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. അതാണ് വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എൻ്റെ കേരളം എന്നും സുന്ദരം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് രാഷ്ട്രപതി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡ്. ദ്രൗപദി മുർമു ജാർഖണ്ഡിൻ്റെ ഗവർണറായിരുന്നു. ദ്രൗപദി മുർമു മുൻപ് ജാർഖണ്ഡ് ഗവർണറായിരുന്നു. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഘൃതുക്കൾ. മൗസിം എന്ന അറബിയുടെ അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നാണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യം കറുത്ത മണ്ണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അറബിക്കടൽ. ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ മടക്ക് പർവ്വതനിര ഏതാണ്? പർവ്വതനിര ഏതാണ്? ആരവല്ലി നിരകൾ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ ഉത്തര മഹാസമതലമാണ് അല്ലേ? മലനാടും തീരപ്രദേശങ്ങളും ഇടനാടും കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ
ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നാണ് പറയുക. അത് വരാത്തത് ആര് മാത്രമേ ഉള്ളൂ? ഉത്തര മഹാസമുദ്രം. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ വരുന്ന ആരൊക്കെയാണ്? മലനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ്. ഇനി കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള ആൻസർ നെല്ല് അല്ലേ? ഖാരിഫ് വിള നെല്ല്. ഗോതമ്പ്, പുകയില, കടുക് എന്നിവ എന്താണ്? റാബിക്ക് അല്ലേ? റാബി, ഗോതമ്പ് റാബിയാണ്. ഗോതമ്പും പുകയിലയും കടുകും റാബിയാണ്. അപ്പോൾ അതിൽ ഇവിടെ വരുന്ന നെല്ലാണ് പ്രധാന ഖാരിഫ് വിള. ഇനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് കേരളത്തിലെ? ആൻസർ പാമ്പാർ അല്ലേ? പാമ്പാർ. നമുക്ക് 3 അറിയാം. പാമ്പാർ അല്ലേ? ബാക്കി വരുന്ന 3 ഏതൊക്കെയായിരുന്നു? പാമ്പാർ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. മറന്നു പോയിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ. 3 ചെറിയ കബനി, പാമ്പാർ, ഭവാനി 3 ഇല്ല. ഇവിടെ ഒരെണ്ണം നമുക്ക് പാമ്പാറുണ്ട്. ഓക്കെ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആൻസർ വേമ്പനാട്ടുകായൽ. ഏറ്റവും വലിയ കായലും വേമ്പനാട്ടുകായൽ തന്നെയാണ്. താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? താഴെ പറയുന്നവയിൽ സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ആരാണത്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിനെയാണ് സഹ്യപർവ്വതം എന്ന് പറയുക. പശ്ചിമഘട്ടം ഈക്വൽ ടു സഹ്യപർവ്വതം. പശ്ചിമഘട്ടം സഹ്യപർവ്വതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? വിനോദ നികുതി. വിനോദ നികുതി എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിയാണ്. ഓക്കെ. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലൻറ്റ് വാലി ദേശീയോദ്യാനം എവിടെയാണ്? സിംഹവാലൻ കുരങ്ങിൻ്റെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം എവിടെയാണ്? സൈലൻറ്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. പാലക്കാട് ജില്ലയിലാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. അവിടെ എന്താ ഉള്ളത്? സിംഹവാലൻ കുരങ്ങുകളുമുണ്ട്, കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിലുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി കൊടുത്തിട്ടുള്ളവയിൽ ഏതിലാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഹരിത കേരളം മിഷൻ പദ്ധതി ഏതാണ്? ഹരിത കേരളം മിഷൻ പദ്ധതി ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്നത് എന്താണ്? ഹരിത കേരളം മിഷൻ പദ്ധതി ആണ്. ഇനി ഒഴുകട്ടെ എന്താണ്? ഇനി ഞാൻ ഒഴുകട്ടെ, ഹരിത കേരളം മിഷൻ അല്ലേ? നമുക്ക് നോക്കുമ്പോൾ അത് അല്ലേ ഹരിത കേരളം മിഷൻ പദ്ധതിയും തോന്നില്ല. പക്ഷേ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരളം മിഷൻ പദ്ധതിയാണ്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന്. ഇനി ഭക്ഷ്യ സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? സുഭിക്ഷ കേരളം. എന്താണ്? സുഭിക്ഷ കേരളം. ഭക്ഷ്യ കേരള പദ്ധതി അല്ലേ? ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ വന്ന പദ്ധതിയുടെ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്താണ്? സുഭിക്ഷ കേരളം അല്ലേ? സുഭിക്ഷമാകട്ടെ, ഭക്ഷ്യ സ്വയം പര്യാപ്തത, സുഭിക്ഷ കേരളം. അടുത്തത്, 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് 2020 അല്ലേ ക്രിക്കറ്റിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശി ആണ്. അടുത്തത്, കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണ്? ആൻസർ അതാണ് നമുക്ക് വിഴിഞ്ഞമാണ്. നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം വിഴിഞ്ഞമാണ്.
അടുത്തത്, മനുഷ്യശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേരെന്താണ്? ഡയഫ്രം എന്ന് പറയില്ലേ. നമ്മുടെ ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഇത് വയറ് അല്ലേ, വയറ്, 2 കാല് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മുടെ നെഞ്ച് ഭാഗം, നെഞ്ചിൻ്റെ വാരിയൽ ഇതല്ലേ, വാരിയൽ ഇത്രയും വരും, ഇത് വാരിയലുകളാണ്. ഓക്കെ, ബാക്കി നമ്മുടെ വയറ് ഈ ഭാഗത്താണ്. അപ്പം ഇത് നമ്മുടെ ഔരസാശയം, വാരിയൽ. അപ്പം വയറ് വരുന്ന ഭാഗമാണെന്ത്? ഉദരാശയം ഇവിടെയാണ് ഉദരാശയം. ഇത് വാരിയലുകൾ വരുന്ന ഭാഗം നമുക്ക് നോക്കി അറിയാം, ഇത് ഔരസാശയം. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഇവരൊരു സാധനമുണ്ട്, ഇങ്ങനെ വളഞ്ഞൊരു ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇതാണ് എന്ത്? ഡയഫ്രം എന്ന് പറയും അല്ലേ. നേരെയും ഇരിക്കും, ഇതുപോലെ വളഞ്ഞും ഇരിക്കും. അതിന് കമാനാകൃതിയിലും ഇരിക്കും, അത് നേരെയും. ശ്വാസം എടുക്കുന്നതനുസരിച്ച് അത് അങ്ങനെ കമാനാകൃതി വരികയും ചെയ്യും, നേരെയും വരും. അപ്പോൾ അങ്ങനെ മനുഷ്യശരീരത്തിൽ ഔരസാശയത്തെയും ഉദരാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർബന്ധമായ ഭിത്തിയുടെ ഭാഗം എന്താണ്? ഡയഫ്രം എന്നാണ് പറയുക. ഓക്കെ, ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുക്കുക. ആൻസർ രണ്ടാമത്തതാണ്, മുളക് ഉജ്ജ്വല എന്നുള്ളതാണ് ശരിയായത്. മുളക് ഉജ്ജ്വലയാണ് ശരിയായത്. അടുത്തത്, മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? മസനോബു ഷിക്കുവോക്കയുടെയാണ് കേട്ടോ. മസനോബു ഷിക്കുവോക്ക പറഞ്ഞതാണ് പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. അവിടെ കാടുണ്ട്, നിരുറവയുണ്ട്, ഫലപുഷ്ടിയുണ്ട്, അതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വേണ്ടത്, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. അതാണ് ഷിക്കുവോക്ക പറഞ്ഞത്, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം? മനുഷ്യർ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയെ എന്താക്കണം? വിളഭൂമിയാക്കണം എന്ന് പറഞ്ഞത് ഷിക്കുവോക്കയാണ്. ഓക്കെ, നെക്സ്റ്റ്, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 20.9%. 20.9%. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്? ത്വക്ക്, പല്ല്, മോണ ഇവയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് എന്തിൻ്റെ കുറവ്? ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ്? വിറ്റമിൻ സി ആണ് അല്ലേ. ത്വക്ക്, പല്ല്, മോണ മൂന്നും കൂടെ വരണമെങ്കിൽ വിറ്റമിൻ സി വരും. അതായത് ഇപ്പോൾ വിറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക? അത് പല്ലും എല്ലും മാത്രമേ വരികയുള്ളൂ. വിറ്റമിൻ എ കണ്ണിൻ്റെയാണ് അല്ലേ. വിറ്റമിൻ ബി എന്ന് പറയുമ്പോൾ നമുക്കതും ത്വക്ക് വരുന്നുണ്ട്. വിറ്റമിൻ ബി വരുമ്പോൾ ത്വക്ക് വരാം, മോണയും വരാം. നമ്മുടെ ചിറുക്കി അവിടെ ചുണ്ടിനവിടെ വെടിച്ച് കീറുകയൊക്കെ ചെയ്യുന്നത് ബി വരാം അല്ലേ. പക്ഷേ അവിടെ പല്ലിൻ്റെ സംഭവം അല്ലേ, പല്ലെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ, സി ഉണ്ടെങ്കിൽ മാത്രമേ വിറ്റമിൻ ഡി അബ്സോർബ് ചെയ്യപ്പെടത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് കോമൺലി വന്നേക്കുന്നത് വിറ്റമിൻ സി വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ത്വക്കിന് വേണമെങ്കിൽ, സ്കിന്നിന് ഗ്ലേസിങ് കൊടുക്കണമെങ്കിൽ വിറ്റമിൻ സി വേണം. ഈ വിറ്റമിൻ ഡി നമ്മുടെ ത്വക്കിന് വേണം അല്ലേ, അവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ വിറ്റമിൻ സി വേണം. മെയിൻലി സി ഉണ്ടെങ്കിൽ മാത്രമേ ഡി അബ്സോർബ് ചെയ്യപ്പെടുത്തുള്ളൂ. മോണയ്ക്കും സി വേണം. അല്ലെങ്കിൽ ബ്ലഡ് വരാറില്ലേ മോണയ്ക്കൊന്ന്, അതാണ് സിയുടെ കാര്യം പറയാം. അപ്പോൾ പല്ലിനും ഇതുണ്ട്, വേരിയേഷൻസ് അങ്ങനെ ഇങ്ങനെ അകന്നൊക്കെ മാറും. അപ്പം മോണ ശരിയാകണമെങ്കിൽ വിറ്റമിൻ സി വേണം. അപ്പം മോണയും പല്ലും ശരിയാവും, ത്വക്കിനും വിറ്റമിൻ സി വേണം. നെക്സ്റ്റ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന കൃഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ആൻസർ ഡോക്ടർ MS സ്വാമിനാഥൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ആൻസർ കല്ലേൻ പൊക്കുടൻ. കല്ലേൻ പൊക്കുടൻ. അടുത്തത്, ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റൽ രൂപം ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 എണ്ണം. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിൻ്റെ ധാതു ഏതാണ്? ക്രയോലൈറ്റ്. അലൂമിനിയത്തിൻ്റെ ധാതു ക്രയോലൈറ്റ്. ഒരു കലോറി എന്നത് എത്ര ജൂളാണ്? ഒരു കലോറി എന്നത് 4.2 ജൂളാണ്. 4.2 ജൂളാണ് ഒരു കലോറി. പാമ്പ് ഇര പിടിക്കാൻ
ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. പാമ്പ് ഇര പിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു. തറയിലൂടെയുള്ള. തറയിലൂടെയുള്ള. ഇനിയും മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്താണ്? ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ആൻസർ വീനസ് ഓർബിറ്റൽ മിഷൻ. ശുക്രനിലാണ്. വീനസ് ഓർബിറ്റൽ മിഷനാണ് ശുക്രനിൽ പരീക്ഷണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുക. വീനസ് ഓർബിറ്റൽ മിഷൻ. വീനസ് ഓർബിറ്റൽ മിഷൻ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ജോൺ ജമ്പർ, ഡേവിഡ് ബക്കർ, ഹാൻകാങ്, ഡെമിസ് ഹസാബിസ്. ഇതിൽ 2024 രസതന്ത്ര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ഹാൻകാങ് ആണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ. കൊഴുപ്പടിഞ്ഞ രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം, ഉൾഭാഗം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏതാണ്? അത് ശരിക്കും ഏതാണ്? ഇവിടെ ഒന്നുമില്ലല്ലേ. പ്രമേഹമില്ല, രക്തസമ്മർദ്ദമില്ല, ഹൃദയാഘാതം, ഫാറ്റി ലിവറുമില്ല. ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്ന് പറയാൻ ഉത്തരം. ആർട്ടീരിയോസ്ക്ലിറോസിസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ വ്യാസം കുറയുന്നത് മൂലം നമുക്ക് എന്തുണ്ടാകാം? ഹൃദയാഘാതം വരാം. ഹൃദയാഘാതം ഉണ്ടാവാം. ഒരു അസുഖം, അത് ബൈ ചാൻസ് ഹൃദയാഘാതം ഉണ്ടാവാം. ആ അവസ്ഥയ്ക്ക് അങ്ങനെ വരുന്നൊരവസ്ഥ ഹൃദയാഘാതത്തിലേക്ക് നയിക്കാം അത്. അതായത് രക്തധമനികൾ കൂടെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് വ്യാസം കുറയും. അപ്പോൾ കൊഴുപ്പടിയുന്ന മൂലം നമുക്കെന്ത് രക്തം പോകത്തില്ല. അപ്പോൾ BP-യും കൂടാം, ഹൃദയാഘാതവും ഉണ്ടാവാം. നെക്സ്റ്റ്, എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? HIV രോഗബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. HIV മീൻസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് HIV ബാധിതരുമായുള്ള, ആ വൈറസ് ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമേ ഇത് എയ്ഡ്സ് രോഗം പകരുകയുള്ളൂ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകാവുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ആൻസർ ഹീമോഫീലിയാണ് നമുക്ക് രക്തനഷ്ടം ഉണ്ടാകുന്നത്. അത് ഗേൾസ് ആണെങ്കിൽ ഒരു പ്രായം 8-9 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 10-12 വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ആണുങ്ങളാണെങ്കിൽ കുറേ പരിധി വരെ നമുക്കത് സർവൈവ് ചെയ്യാൻ സാധിക്കും. അപ്പം പക്ഷേങ്കിൽ ഇതിനകത്ത് അവർ ജനിതക രോഗമായതുകൊണ്ട് ഇത് അടുത്ത റിലേഷൻസ് തമ്മിൽ കല്യാണം കഴിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും അവരുടെ റിസസീവ് ജീൻ, അതായത് ഒരു അടിഞ്ഞു കിടക്കുന്ന ജീൻ അല്ലേ, അത് ഉണ്ടെങ്കിൽ അടുത്തടുത്ത ജനറേഷൻ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ആങ്ങളുടെയും പെങ്ങളുടെയും കല്യാണം കഴിക്കുമ്പോഴത്തേക്കിന് അവരിൽ എവിടെയെങ്കിലും ഒരു ജീൻ അടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ, ഈ അസുഖത്തിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അത് തമ്മിലാകും വേഗം പ്രകടമാകും അല്ലേ. അപ്പോൾ ടോൾ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടിയും ഉണ്ട്, സ്മോൾ ടി ഡാർഫ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഈ ജീനുകളാണ്. ഈ ടിയും വന്നാലും ടോളാണ്. ഇത് രണ്ട് വരുമ്പോഴും ടോൾ തന്നെ പറയാം. ഇതും ടോൾ, ഇത് ഡ്വാർഫാണ് വരുമ്പോഴത്തേക്ക്. അപ്പം ഇങ്ങനെ വരുമ്പോഴും ടോൾ വരും. അതുപോലെ തന്നെ ഹീമോഫീലിയയുടെ ജീനുകൾ ഒരേപോലെ വരുമ്പോൾ, അപ്പം ഇത് റിസസീവ് ജീൻ എന്ന് പറയും, അടിഞ്ഞു കിടക്കുന്ന, കാണപ്പെടാതെ കിടക്കുന്ന, അതും കൂടെ വരുമ്പോൾ ഇതിന് ഈ ക്യാപിറ്റൽ ടിക്ക് പ്രകടമാക്കാൻ പറ്റുമോ ആ അസുഖം. അപ്പോൾ അങ്ങനെ അടുത്തടുത്ത ജനറേഷൻ തമ്മിൽ അല്ലെങ്കിൽ അടുത്തടുത്ത ബന്ധുക്കൾ തമ്മിൽ മാര്യേജ് ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുക ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ, ജനിതക രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാവുക ഒരു കാരണം. അപ്പോൾ എന്താ പറയുക, ഹീമോഫീലിയാണെന്ത് അമിത രക്തനഷ്ടം ഉണ്ടാകാൻ കാരണമാകുന്നത് ജനിതക രോഗം. നെക്സ്റ്റ് വരുന്നത്, പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ശ്വാസകോശ ക്യാൻസറാണ് പുകവലി മൂലമുണ്ടാകുന്ന രോഗം.
ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ. BCG വാക്സിനാണ് ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ. BCG വാക്സിനാണ് ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിൻ. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ്? വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ്? മലേറിയ ആണ്. അഞ്ചാമ്പനിയും TB കുഷ്ഠമൊക്കെ എന്താണ്? വായു വഴി പകരുന്ന രോഗമാണ്. അഞ്ചാമ്പനി, TB, കുഷ്ഠം എന്നിവ വായു വഴിയും പകരാം അല്ലേ. മലേറിയ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാസ്മോഡിയം വൈവാക്സ് പരത്തുന്ന രോഗമാണ് അല്ലേ. പ്ലാസ്മോഡിയം വൈവാക്സ് പരത്തുന്ന പ്രോട്ടോസോവ പരത്തുന്ന രോഗമാണ് മലേറിയ. അപ്പോൾ കൊതുകും കൂടെ വേണം അവിടെ അല്ലേ, എങ്കിലേ അത് പകരുകയുള്ളൂ. ഇനി 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതിയുടെ പേരെന്താണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ ഏജൻസിയുടെ പേര് ആരോഗ്യകിരണം. ഈ 18 വയസ്സിൽ താഴെ കാണുമ്പോൾ തന്നെ ഓർക്കണം, ആരോഗ്യകിരണം എന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ A ആണ് അല്ലേ. ഉൾപ്പെടുന്ന നമുക്ക് പഠിച്ചു വയ്ക്കാം. ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ ആർദ്രം മിഷൻ വഴി കിട്ടാറുണ്ട്. PHCകളെ FHC ആക്കി കളറാക്കി അല്ലേ, FHCകളാക്കി പുനർ എൻജിനീയറിങ് ചെയ്യുക എന്നുള്ളത് ആർദ്രം മിഷൻ്റെ പദ്ധതിയാണ്. അതായത് PHC ചെറുതിനെ ഹോസ്പിറ്റലിലൊക്കെ നല്ലിച്ചൂടെ ഡെവലപ്മെൻ്റ് ആക്കി വെച്ചു അവർ. ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ അല്ലേ, എല്ലാം ഒന്നും മെച്ചപ്പെടുത്തി. ആരോഗ്യ സേവന രംഗത്തെല്ലാം ഒന്ന് മെച്ചപ്പെടുത്തി. എന്തുകൊണ്ടാണ്? ആർദ്രം പദ്ധതി വന്നപ്പോൾ ചെറിയ നമ്മുടെ നാട്ടിൽ പുറത്ത് പഞ്ചായത്തുകളിലൊക്കെ കാണപ്പെടുന്ന PHC സെൻറ്ററിലൊക്കെ എന്ത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്മെൻറ്റ് ചെയ്ത് കുറേ സൗകര്യങ്ങൾ കൊണ്ട് കൊടുത്തവർ. ഇനി അതുപോലെ സ്റ്റാൻഡർഡൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡൈസ് എന്ന് പറയുന്ന മരുന്നുകളുടെ കാര്യത്തിലും ഡോക്ടർമാർ 3-4-5 പേരുണ്ടാവുക, അല്ലെങ്കിൽ ക്യൂ നിന്ന് കയറുന്ന കുറേ സ്റ്റാൻഡർഡൈസേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആർദ്രത്തിൻ്റെ പ്രത്യേകത. ആർദ്രം കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ട? അശ്വമേധം പദ്ധതി കുഷ്ഠമാണ്. കുഷ്ഠം, കുതിര കുഷ്ഠം. 2024 പാരീസ് പാരാലിമ്പിക്സ് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം. പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയ്ക്ക് പാരാലിമ്പിക്സിൽ. ഓക്കെ. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ആൻസർ കേരളമാണ്. കേരളം. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെ പുതിയ പേരെന്താണ്? കൊച്ചുവേളിയുടെ പുതിയ പേര് അല്ലേ. എന്താണ് പേര്? തിരുവനന്തപുരം നോർത്ത് അല്ലേ. മുമ്പ് തിരുവനന്തപുരം സൗത്ത് മാത്രമേ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് ഉണ്ട്. ആരാണത്? കൊച്ചുവേളി അല്ലേ. തിരുവനന്തപുരത്ത് പോകുന്ന വഴി ഇവിടുന്ന് ഷൊർണൂർ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കൊച്ചുവേളി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? തിരുവനന്തപുരം സൗത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ കൊച്ചുവേളി ഇപ്പോൾ എന്താണ്? നമുക്ക് നോർത്ത് എന്നാണ് പറയുക. അവിടെയും സ്റ്റോപ്പ് വണ്ടികൾക്കുണ്ട്. നെക്സ്റ്റ് 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് വന്ന ആരായിരുന്നു? ഓക്കെ, ആരാണിത്? MSC ക്ലോഡ് ഗില്ലറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.